ഇലപൊഴിയും ശിശിരത്തിൽ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മഞ്ഞുകാലം ആയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ മരങ്ങളുടെയും ചെടികളുടെയും ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ മോശം പറയാൻ പാടില്ലല്ലോ, ഈ ഇല കൊഴിയണ പ്രക്രിയക്ക് നമ്മുടെ മരങ്ങളെ സഹായിക്കാൻ നല്ല അടിപൊളി കാറ്റും ഉണ്ട്. ഇപ്പോ ചെറിയ തണുപ്പും കാറ്റൊക്കെ ആസ്വദിക്കാൻ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു തവണ മാത്രം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന എന്റെ മിറ്റവും ലാൻഡ്സ്കേപ്പിങ്ങും ഇപ്പൊ ഡെയിലി വൈകുന്നേരം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. പിന്നെ ഡെയിലി എന്ന് പറഞ്ഞത് ഞാൻ ഒരു ഓളത്തിന് പറഞ്ഞതാണ്. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്താലും മതി. അപ്പോ ശനിയാഴ്ച ദിവസം നംശുവിന് ക്ലാസ് ഉള്ളതുകൊണ്ട് ഇന്ന് ജാനു ആണ് എന്റെ ഹെൽപ്പർ. ഞാനും ജാനും ഞങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കറും ഫോണും എടുത്തുകൊണ്ട് നല്ല നല്ല പാട്ടുകളും വെച്ച് ഞങ്ങളുടെ പണി അങ്ങനെ ആരംഭിച്ചു കേട്ടാ. ഇന്ന് നമ്മുടെ പ്ലേ ലിസ്റ്റില് വിധു പ്രതാപിന്റെ സോങ്സ് ആണ് കേട്ടാ കേട്ടത്. ഈ കൊഴിഞ്ഞു കിടക്കണ ഇലകളെല്ലാം കണ്ടുകൊണ്ട് ജാനു പറയാണ്, എന്റെ അമ്മേ ഇതേ തീരാന കൊറേ ഉണ്ടല്ലോന്ന്. അപ്പൊ ഞാൻ ജാനുവിനോട് പറഞ്ഞു, ജാനു കാര്യം ഇത് വലിയൊരു പണിയാണെങ്കിലും അത് നമ്മൾ വലിയൊരു പണിയായിട്ട് കാണാതെ ആ പാട്ടും ആ ലാൻഡ്സ്കേപ്പിങ്ങും കൂടെ നമ്മൾ ചെയ്യുന്ന ആ പണിയും ആസ്വദിച്ചങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പണിയാവില്ല എന്റെ ജാനു എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ കാര്യമൊക്കെ പറഞ്ഞ് ഒരുവിധം പകുതിയോളം തീർത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഏകദേശം ചൊറിഞ്ഞൊക്കെ തുടങ്ങി. മാത്രല്ല അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ജാനുവിനോട് പറഞ്ഞു, നമുക്ക് പകുതി എന്നാ വൈകിട്ട് വൃത്തിയാക്കിയാലോ ജാനു എന്ന്. എന്റെ അമ്മേ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം, അതൊക്കെ കുടിച്ച് ഈ പാട്ടൊക്കെ കേട്ട് ഇതൊരു ജോലിയായിട്ട് കാണാണ്ട് അങ്ങടെ ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യുന്നേ. കുറച്ചും കൂടിയല്ലേ ഉള്ളൂ, അമ്മയുടെ കൂടെ ഞാനില്ലേ, പിന്നെ എന്തിനാ പേടിന്ന്. എങ്ങനെയുണ്ട് ഞാൻ അവൾക്ക് കൊടുത്ത മോട്ടിവേഷൻ തിരിച്ച് എനിക്ക് തന്നെ കിട്ടിയിട്ടാ. നമ്മള് പിള്ളേരോടെ എന്ത് കാര്യം പറയുമ്പോഴും ഒന്ന് സൂക്ഷിച്ചോട്ടാ. എന്താന്ന് വെച്ചാലേ അത് നമ്മള് പറഞ്ഞാലും അവരൊരിക്കലും മറക്കില്ല കേട്ടാ. അങ്ങനെ ജാനുവിന്റെ മോട്ടിവേഷനും ജാനു കൊണ്ടുവന്ന വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങള് നിർത്തിയോടത്തുനിന്ന് തുടങ്ങി ബാക്കിയുള്ള ലാൻഡ്സ്കേപ്പിങ്ങും കൂടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. മഞ്ഞുകാലം അല്ലെങ്കിലും ചൂടുകാലായാലും നമ്മുടെ ഈ ഗോൾഡൻ ബാമ്പുവിന്റെ ഇലകൾ നന്നായിട്ട് കൊഴിയൂട്ടാ. പക്ഷെ ഗോൾഡൻ ബാമ്പു കാണുമ്പോ അതിന്ന് ഇലയൊക്കെ കൊഴിഞ്ഞു പോയ പോലെ തോന്നേയില്ല, എപ്പോഴും ഭയങ്കര പഫി ആയിട്ടിരിക്കും. പക്ഷെ നമ്മുടെ ടെർമിനാലിയയുടെ അങ്ങനെയല്ല, മൊത്തം ഇല കൊഴിഞ്ഞു പോയിട്ട് മൊത്തം ഇല വരും, അങ്ങനെയാണ്. അപ്പോ അമ്മ ദേ ബക്കറ്റിലെല്ലാം കൂടി പറക്കിയിട്ടോ, ഞാൻ കൊണ്ട് കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ജാനുക്കുട്ടി പോവാണ്. അതിന്റെ ഇടയിൽ ജാനു അവിടെ എന്തോ കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ, വേഗം വാ അമ്മേ വേഗം വാ ഇതിനെ രക്ഷിക്കീന്ന് പറഞ്ഞിട്ട്. നോക്കുമ്പോഴേ ഒരു ചിത്രശലഭത്തിനെ നിറച്ചുറുമ്പ് പിടിച്ചേക്കുക. പിന്നെ അതിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി വിട്ടുകൂട്ടാ. അങ്ങനെ ഞാനും ജാനും ഏറ്റെടുത്ത ദൗത്യം ഞങ്ങൾ ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട് കേട്ടാ. ഇന്നത്തെ ഈ ജോലി കുറെയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് തന്നെയാ ചെയ്തേട്ടാ. അതിന്റെ ക്രെഡിറ്റ് ഞാൻ എന്തായാലും വിധു പ്രതാപിന്റെ സോങ്സിന് കൊടുക്കാണ്. ഹോ ഇനി ആ ഫാൻ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് ഇട്ടട്ടെ, അതിന്റെ ചോട്ടിൽ പോയിരുന്നു ഒന്ന് വിശ്രമിക്കട്ടെ.